എറണാകുളം ജില്ലയിലെ പറവൂരിൽ വി.ഡി. സതീശിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം സംഘടിപ്പിച്ചിരിക്കുന്ന അദാലത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുക്കുന്നത്. രാവിലെ 9 മണി മുതൽ തന്നെ നിരവധി ആളുകൾ ഈ ഒരു അദാലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നു. ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് തന്നെ പൊതുവിഷയങ്ങളിലുള്ള പരാതികൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ആളുകളും രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിൽ എത്തുന്ന സമയത്ത് അവരുടെ പരാതികൾ കൃത്യമായി തന്നെ അദ്ദേഹം വായിച്ചു നോക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ രേഖകളെല്ലാം തന്നെ അദ്ദേഹം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. അത്തരത്തിലുള്ള പരാതികൾ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം അതിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന്, എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ബി.ജെ.പിക്ക്, എന്തൊക്കെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. അത്തരത്തിൽ ഇവിടെ എത്തുന്ന പരാതികളിൽ ഭൂരിഭാഗം തന്നെ അദ്ദേഹം നേരിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം കാണാൻ സാധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇവിടെ പരാതികൾ നേരിട്ട് തന്നെ കേൾക്കുകയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിന്റെ മണ്ഡലത്തിലാണ് ഇത്തരമൊരു പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു സവിശേഷത. നമുക്ക് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യം കൃത്യമായി മനസ്സിലാകും. ഏകദേശം 12,000-ലധികം ആളുകൾ തന്നെ ഇവിടെ വിവിധ വിഷയങ്ങളിൽ പരാതികളുമായി എത്തിയിരിക്കുന്നു. വിവിധ ഹെൽപ്പ് ഡെസ്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2 തരത്തിലാണ് പരാതി ഇവിടെ കേൾക്കുന്നത്. അതായത് ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ഒരു നാട്ടുകാരുടെ പൊതുവിഷയം എന്ന രീതിയിലുള്ള പരാതികൾ ഇവിടെ നേരിട്ട് രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ ജോർജ് കുര്യനോ നേരിട്ട് കേൾക്കുകയാണ്. അല്ലാതെ ചില വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള പരാതികൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത്തരം വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ഹെൽപ്പ് ഡെസ്കുകൾ കേന്ദ്രീകരിച്ച് കേൾക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ പരാതികൾ കേൾക്കുന്നത് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ പരാതികൾ വിലയിരുത്തുന്നത് സംബന്ധിച്ചുള്ള ഒരു രീതിയിലേക്കുള്ള തരത്തിരിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ നിരവധിയായി തന്നെ പരാതികൾ ഇവിടെ കേൾക്കാൻ വേണ്ടി ആളുകൾ എത്തിയിരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും, അതായത് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാര്യം വ്യക്തമാവും. രാവിലെ ഒരു 9 മണിക്ക് പരിപാടി തുടങ്ങും എന്നാണ് ബി.ജെ.പി. നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ 9 മണിക്ക് മുമ്പേ തന്നെ ഈ ഒരു വേദി, അതായത് ഏകദേശം 1003 ആളുകൾ ഇരിക്കുന്ന ഈ ഒരു വേദി നിറഞ്ഞിരിക്കുന്നു. ഈ വേദിയുടെ അപ്പുറത്തേക്ക്, ഈ സണ്ണി കൺവെൻഷൻ സെന്ററിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു ഭാഗം പൂർണ്ണമായി തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഹോള്, AC ഹോള് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിരവധി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ ഭാഗമായി നിൽക്കുന്നു. ഇപ്പോൾ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനും അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള GS ഗോകുൽ ഇപ്പൊ നമുക്കൊപ്പം, ഗോകുൽ ഗോപിനാഥ് നമുക്കൊപ്പം ശരിയാണ്. ഗോകുൽജി, എങ്ങനെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്? ആദ്യ പരിപാടി പിണറായിയുടെ മണ്ഡലത്തിൽ നടത്തി, അത് വലിയ വിജയമാണ്. ഇത് അങ്ങയുടെ ഒരു ചിന്തയുടെ ഭാഗം കൂടെയാണ് ഈ പരിപാടി. ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായി നിൽക്കുമ്പോൾ ഒട്ടേറെ ടെൻഷന്റെ ഇടയിലാണെന്നറിയാം. എങ്ങനെയുണ്ട് പരിപാടി? ഈ പരിപാടി ബഹുമാനായിട്ടുള്ള പാർട്ടി അധ്യക്ഷൻ ശ്രീ രാജീവ് ഏട്ടന്റെ ചിന്തയാണ്. രാജീവ് ഏട്ടൻ കേരളത്തിൽ പറയുന്ന ബി.ജെ.പിയുടെ വികസന രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ്. കേരളത്തിൽ ബി.ജെ.പി. കഴിഞ്ഞ കുറച്ചു നാളുകളായി കൃത്യമായി പറയുന്ന രാഷ്ട്രീയമുണ്ട്, വികസിത കേരളം. എന്തുകൊണ്ട് എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറിലും, എല്ലാ നിമിഷത്തിലും വികസിത കേരളം അത് ആവശ്യമാണ്, അനിവാര്യമാണെന്ന് ബി.ജെ.പിക്കും സംസ്ഥാന അധ്യക്ഷനും ബി.ജെ.പിയുടെ സമുന്നത നേതാക്കന്മാർക്കും പറയേണ്ടി വരുന്നു. അതിന്റെ തെളിവാണ് നിങ്ങൾ ഈ കൺമുമ്പിൽ നിങ്ങളുടെ ക്യാമറ കണ്ണുകൊണ്ട് കാണുന്ന ഈ ജനാവലി, ഈ പൗരാവലി. ഈ നാട്ടിലെ മനുഷ്യർ, ഈ കേരളത്തിൽ മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-ഉം LDF-ഉം UDF-ഉം അവരെ ഒരുപാട് ചെരുപ്പുകൾ തേച്ച്, പടിക്കെട്ടുകൾ നടത്തി, അവരുടെ ശരീരം ക്ഷയിപ്പിച്ച്, അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി, അവരെ കരയിപ്പിച്ച്, അവരെ നിരാലംബരാക്കി, അവരവസാനത്തെ അത്താണിയായി, അവസാനത്തെ ആശ്രയമായി, അവസാനത്തെ കച്ചിത്തുരുമ്പായി ഇവിടെ ക്യൂ നിൽക്കുകയാണ്. ഇവരെ ക്യൂ നിൽക്കുന്ന ഓരോ മനുഷ്യരും ഹൃദയമിടിപ്പ് കൂടിയവരാണ്. അടുത്ത നിമിഷം ജീവിതം എന്തെന്നറിയാത്ത ആളുകളാണ്. നമ്മൾ കാണുന്ന സമയത്ത് ഒട്ടേറെ പേർ വളരെ വൈകാരികമായിട്ടാണ് ഇവിടെ എത്തുന്നത്. ചിലർക്ക് ഇവിടെ കരഞ്ഞുകൊണ്ടാണ് ഓരോ ഹെൽപ്പ് ഡെസ്കിലും എത്തുന്നത്. പ്രത്യേകിച്ച് ഇത് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. പ്രതിപക്ഷ നേതാവിന്റെ നാട്ടിൽ എല്ലാവരും വളരെ സന്തുഷ്ടരാണെന്നൊക്കെയാണ് അദ്ദേഹം മറ്റു സ്ഥലങ്ങളിൽ ചെന്ന് പറയുന്നത്. ഇവിടെ ബി.ജെ.പിക്കാർ ഭരിക്കുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ്, തന്റെ സ്ഥലങ്ങളിൽ എല്ലാം ഗംഭീരമാണെന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ ആണ് ഇത്തരം ആളുകൾ കരഞ്ഞുകൊണ്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ എത്തുന്നത്. അതൊരു പ്രത്യേകത തന്നെയല്ലേ? ഒരു വിഷമമുണ്ടാക്കുന്ന ഘട്ടമല്ലേ? കേരളത്തില് CPM-ഉം കോൺഗ്രസും പ്രത്യക്ഷമായി 2 ചേരിയിലാണെങ്കിലും അവര് വികസനമില്ലാതാക്കുന്ന കാര്യത്തിൽ, ജനങ്ങളെ മുടിക്കുന്ന കാര്യത്തിൽ, ജനങ്ങളെ കരയിക്കുന്ന കാര്യത്തിൽ, ജനങ്ങളെ തേരാപ്പാര നടത്തുന്ന കാര്യത്തിൽ, ജനങ്ങളെ വിശ്വാസം ഇല്ലാതാക്കുന്ന കാര്യത്തിൽ, വികസനം ഇല്ലാതാക്കുന്ന കാര്യത്തിൽ അവര് ഇന്ത്യ മുന്നണിയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ധർമ്മടത്ത് പിണറായി വിജയന്റെ മണ്ഡലത്തിൽ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ
നിങ്ങൾ കണ്ടതല്ലേ, ഇതേ ജനാവലി ആയിരുന്നില്ലേ? ഞങ്ങൾ ഒരു പ്രചരണവും നടത്തിയിട്ടില്ല. ഞങ്ങൾ 2-3 ബോർഡ് പ്രധാന ജംഗ്ഷനിൽ വെച്ച് മാത്രമാണ് ഈ പരിപാടി നടത്തുന്നത്. പ്രചരണം നടത്താതെ പോലും മനുഷ്യർ ഒഴുകിയെത്തുകയാണ്. ഈ മനുഷ്യരെ കേട്ടാ മതിയെന്നേ. പിണറായി വിജയൻ കേൾക്കുന്നില്ല, VD സതീശൻ കേൾക്കുന്നില്ല, കോൺഗ്രസ് കേൾക്കുന്നില്ല, CPM കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. പ്രശ്നപരിഹാരമല്ല ഇവരുടെ വിഷയം. ആ മനുഷ്യരെ കേൾക്കാൻ ആളില്ല. പക്ഷെ ഇന്ന് കേരളത്തിൽ ഈ മനുഷ്യരെ കേൾക്കാൻ പിണറായി വിജയൻ കേൾക്കാത്ത, VD സതീശൻ കേൾക്കാത്ത, പിണറായി വിജയൻ കടക്കുപുറത്തെന്ന് പറയുന്ന, VD സതീശൻ ചുരുട്ടിയെറിയുന്ന നിവേദനങ്ങളുമായി എത്തുന്ന മനുഷ്യരെ കേൾക്കാൻ BJPക്ക് ഒരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ. ആ രാഷ്ട്രീയത്തിന്റെ പേരാണ് NDA. ആ രാഷ്ട്രീയത്തിന്റെ പേരാണ് വികസിത കേരളം. ആ വിശ്വാസത്തിലാണ് എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷ BJPയിലുണ്ട്, NDAയിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അമ്മമാർ, കൂടപ്പിറപ്പുകൾ, അംഗപരിമിതർ, ഈ സഹോദരങ്ങൾ, ഈ തലനിരച്ച ഈ കാലഘട്ടം അത്രയും ഈ നാടിനെ കണ്ട വികസനമില്ലാത്ത മുരടിപ്പിൽ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ടി വിധിക്കപ്പെട്ട ഈ മനുഷ്യരെല്ലാം എത്തിയത് രാജീവ് ചന്ദ്രശേഖരയും BJPയും NDA പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഞങ്ങൾ കാക്കും. ആ പ്രതീക്ഷ കാക്കാൻ ഈ മനുഷ്യരുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാനുള്ള ഒരു പ്രയത്നമാണ് ഈ അദാലത്ത്. തീർച്ചയായും ഇപ്പോൾ നിരവധി ആളുകൾ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, ഒന്നുകൂടെ പ്രേക്ഷകരെ കാണിക്കാം, ഈ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ ഒരു തിരക്കാണ്. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിലാണെന്ന് ഓർക്കുക. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിലാണ് ഇത്രത്തോളം ആളുകൾ BJP നേതൃത്വത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്, അവരുടെ പരാതികൾ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത്, പൊതുപരാതികൾ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ, ഈ അദാലത്തിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. വൈകിട്ട് 5 മണി, രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി എന്നുള്ള രീതിയിലാണ് പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നെങ്കിലും 5 മണിക്കുള്ളിലൊന്നും ഈ പരിപാടി തീർക്കാൻ സാധിക്കില്ല. അത്രത്തോളം ആളുകൾ ഇവിടെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുന്നിലെ റോഡും എല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന രീതിയിൽ തന്നെ ആളുകൾ ഈ പരിപാടിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ജനസഞ്ചയം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത്തരത്തിൽ ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഠിനമായ ചൂടുണ്ട്, അതിനെ തണുപ്പിക്കാൻ വേണ്ടി ഫാനുള്ള ഒരു പന്തൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഏത് ചൂടാണെങ്കിലും, എന്ത് പ്രതിസന്ധി ആണെങ്കിലും അംഗപരിമിതർ ഉൾപ്പെടെ, വീൽചെയറുകളിൽ ഉൾപ്പെടെ, വയസ്സായവരും കുട്ടികളും ഉൾപ്പെടെ, അമ്മമാർ ഉൾപ്പെടെ, കന്യാസ്ത്രീകൾ ഉൾപ്പെടെ, നിരവധി ന്യൂനപക്ഷ സമൂഹങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഉൾപ്പെടെ അങ്ങനെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുക. അതാണ് BJPക്ക് ഇപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇന്നിന്റെ തലമുറയ്ക്ക് BJPയിൽ ഉണ്ടായിരിക്കുന്ന വിശ്വാസം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പറവൂരിലെ സണ്ണി കൺവെൻഷൻ സെന്ററിൽ നിന്നും അർജുൻ C. വനജ്.